2025 an year of grace. കൃപയുടെ വർഷമാണ് 2025. പാർട്ട് 2. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എല്ലാം ഭൂമിയിൽ നമുക്ക് നേടേണ്ടതെല്ലാം ദൈവം ഭൂമിയിൽ തന്നെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായാൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കുക. നിനക്ക് വരുന്ന അവസരങ്ങൾ നാളെ വരും പറഞ്ഞുകൊണ്ട് മാറ്റിയിരിക്കുക. ഇന്ന് ചെറിയ അവസരമാണ്, അത് ഞാൻ എടുത്ത് ഉപയോഗിക്കും. നമ്മുടെ അപ്പുറത്ത് ഒരു വീട്ടിലെ ഒരാൾക്ക് സുഖമില്ല, നമ്മളവിടെ ഒന്ന് പോയി ഒന്ന് അല്പനേരം ഇരിക്കുക. പ്രായം ചെന്നവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം, അത് ചെയ്തു കൊടുക്കുക. അതല്ല, കൊച്ചു പിള്ളേർക്ക് പഠിക്കാൻ ബുദ്ധി കുറവുണ്ട്, അവരെ ഒന്ന് സഹായിക്കുക. ട്യൂഷൻ എടുക്കാൻ കഴിവുള്ളവർക്ക് അവരുടെ വീട്ടിൽ പോയിരുന്ന് പഠിപ്പിക്കുക. എന്തെല്ലാം തരത്തിൽ ചെറുതും വലുതുമായ, അതുപോലെ വലിയ കഴിവുള്ളവർക്ക് അവരുടെ പരിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം മറ്റുള്ളവർക്ക് യൂട്യൂബിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അതൊന്നും ചെയ്യാതെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എഴുന്നേറ്റ് പ്രകാശിക്ക്. ദൈവം തന്ന കൃപകൾ വർദ്ധിക്കട്ടെ. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി അല്ല, അവസരങ്ങൾ എന്നാണ്. രണ്ടാമത്തേത് മനുഷ്യ വ്യക്തികൾ. റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ് നമ്മുടെ ജീവിതത്തിൽ. അതായത് നമ്മൾ സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ് എന്ന് പറയുമ്പം തന്ത്രപരമായ സഹായികൾ, ചുമ്മാതുള്ള ഹെൽപ്പേഴ്സ് അല്ല. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിക്കുമ്പം അതിന് പറ്റിയവരെ നമുക്ക് കൊണ്ടുതരും ദൈവം. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ, ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് ഇടപെടുന്നത്. അതല്ല, നമുക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കൺസ്ട്രക്ഷൻ ബിസിനസ് ചിന്തിക്കാം. അപ്പം ആരെങ്കിലും ഒരാൾ അത് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ട് അവരുടെ ഒരു കൂട്ടുകാർക്ക് ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കാനായിരിക്കും ആദ്യമേ ചോദിക്കുക. അല്ലെങ്കിൽ ചെറിയ ഷെഡായിരിക്കും. അതേന്നാണ് തുടങ്ങുന്നത്. അതേന്ന് തുടങ്ങി പിന്നെ വലുതായി ആ ട്രസ്റ്റാണ്. ദ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധമാണ് നമ്മുടെ സമ്പത്ത്. അത് നമ്മൾ അതിനകത്തൊരു പോയിൻ്റ്, നമ്മൾ മറ്റുള്ളവരെ ഓണർ ചെയ്യാൻ കൂടെ പഠിക്കണം. അത് അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ ടാലൻ്റ് ഏതെന്ന് മനസ്സിലാക്കിയേച്ച് അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങണം. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും കഴിവ്, ചിലർക്ക് വചനം പറയാനായിരിക്കും, ചിലർക്ക് റിക്കൺസൈലിംഗ് എബിലിറ്റി, അതായത് വഴക്കുണ്ടാക്കുന്നവരെ ഒന്നിച്ച് ചേർക്കാനുള്ള കഴിവ്. ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സിനെ നമ്മൾ ചോദിക്കണം. എന്നിട്ട് ദാറ്റ് ബ്രിങ്സ് എക്സ്ട്രാ ഓർഡിനറി കണക്ഷൻ. ദേ ആർ കോൾഡ് ഡെസ്റ്റിനി ഫോമിങ് ഹെൽപ്പേഴ്സ്. They are human beings as angels. കണ്ട, അതായത് തന്ത്രപരമായിട്ട് കാര്യം ചെയ്തെടുക്കാൻ കഴിവുള്ള നമ്മളുടെ താലന്തിന് പറ്റിയിട്ടുള്ളവരെ ദൈവം തമ്പുരാൻ നമ്മുടെ അടുക്കിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ദൈവത്തോട് പലത് പറഞ്ഞേച്ചാണ് കിടക്കുന്നത്. എൻ്റെ കഴിവ് ഏതാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ, ഏതിലാണ് ഞാൻ ശോഭിക്കുന്നത്. അപ്പം ദൈവം ഓപ്പർച്യൂണിറ്റി വൺ ആഫ്റ്റർ ദി അതർ ദൈവം എന്ന് പറഞ്ഞു, അതൊന്ന് പരിശ്രമിച്ച് നോക്കല്ലോ. ചിലർ നമ്മൾ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഇതൊന്ന് ഈ ഒരു റെസിപ്പി മറ്റുള്ളവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഒന്ന് വിറ്റ് നോക്കരുത്. ചുറ്റുപാടുകൾ എന്താണ് നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് ഏത് കഴിവാണുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് വർദ്ധിപ്പിക്കാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുക. അപ്പോൾ പീപ്പിൾ ആർ ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ് എന്ന് പറയുമ്പം തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ സാമർഥ്യമുള്ള സഹായികളെ ദൈവം തമ്പുരാനാണ് കൊണ്ടുവരുന്നത്. ദർ ആർ പീപ്പിൾ എവ്രിവെയർ ലുക്കിംഗ് for people who are good in doing things. അതായത് നമ്മൾ ചുറ്റുപാടും ഉള്ളിടത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ നല്ല ആളുകളെ നോക്കി നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്. നമുക്കൊരു അസുഖം വരിക, ഉടനെ നമ്മളൊരു 4 പേരോട് വിളിച്ചു നോക്കുക ഏതാണ് ആ ഏരിയയിൽ ഏറ്റവും നല്ല ഡോക്ടറാരാ. കാരണം ഒരു പേരുണ്ട് അതിൻ്റെ. കാരണം മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞ് വേർഡ് ഓഫ് മൗത്ത് മൂലം. പിന്നെ നമുക്ക് വീട് പണിയാനാണ്, വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും, അതിന് ആരായാലും ഒരാളെ കാണിച്ചു തരണം. അതല്ല, വീട് ക്ലീൻ ചെയ്യാൻ ഒരാൾ, അതിന് വിശ്വസ്തതായിട്ട് ഒരു വ്യക്തി ഉണ്ടെന്ന് ഒരാൾ റെക്കമെൻഡ് ചെയ്യുക. സോ നമുക്കൊന്ന് വീട് പെയിൻറ്റ് ചെയ്യണം, അത് ചെയ്യാൻ നല്ലതായിട്ട് അറിയാവുന്നവർ നമ്മൾ നോക്കിയിരിക്കുകയാണ്. റെക്കോർഡിങ് എടുക്കണം, അതിന് ആളുകൾ. ഇതിനൊക്കെ നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്നെങ്കിലും അതിൽ കൂടെ എല്ലാ ആളുകൾ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണാമെങ്കിൽ എവ്രി ഡേ വി ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ഹാവ് ഗോട്ട് സം എബിലിറ്റി ഇൻ ഡൂയിങ് സംതിങ്. എന്തിന്?
പ്ലംബറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കുന്നത്. ഇവരെല്ലാം ആവശ്യമില്ല, ശരിയായിട്ട് അറിയാൻ വയ്യാത്തവർ വന്ന് ചെയ്യാൻ നോക്കുക. അപ്പം ഏതിലാണ് നിനക്ക് കഴിവുള്ളത് അതിൽ നീ എക്സലൻ്റായിട്ട് നിൽക്കാമെന്നുണ്ടെങ്കിൽ ദൈവം അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുമ്പോൾ വ്യക്തികളുടെ ബന്ധം വളരെ പ്രധാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഖാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തികഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അതിശയം നടക്കുന്നു. ഭർത്താവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവൻ എന്ത് പറയുന്നു അത് ചെയ്യുക. യേശുക്രിസ്തുവിന് പറഞ്ഞിട്ട് 6 കൽഭരണിയിലെ വെള്ളം കോരി ഒഴിച്ച് നിറച്ചു വെക്കുകയാണ്. യേശു വന്ന് നോക്കുന്നു, വെള്ളം വീഞ്ഞായിട്ട് തീർന്നു. അത് വെള്ളം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിന് മുൻപേ വിരുന്ന് വാഴി അല്ലെങ്കിൽ ദി മാസ്റ്റർ ഓഫ് ദ ബാങ്ക്വറ്റ് ടേസ്റ്റഡ് ഇറ്റ്. വിരുന്നുവാഴി അത് ടേസ്റ്റ് ചെയ്തിട്ട് അത് നല്ലതാണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടാണ് ആളുകൾക്ക് കൊടുത്തത്, ചുമ്മാതെ കൊടുത്തില്ല. മനസ്സിലാക്കണം. അപ്പം ഒരാൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതേ എന്ന് പറയുന്ന ആ ഒരു ബന്ധം ആ വ്യക്തിയുടെ നാവിൽ നിന്ന് വീണപ്പോൾ, ഇപ്പം ഈ വിരുന്നുവാഴി ഈ വീഞ്ഞ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ആ വീഞ്ഞ് സെർവ് ചെയ്യൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയിൽ ഒരു നന്മയുണ്ട്, ശരി, അയാൾക്ക് ചില ബലഹീനതകൾ കാണുമായിരിക്കും. ആ ബലഹീനത മറന്നിട്ട് ഈ ഏരിയയിൽ ആ മനുഷ്യന് കഴിവുണ്ടോ എന്ന് ഒരാൾ പറയാമെങ്കിൽ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിലെ പുതിയ പുതിയ നാമ്പുകൾ ഇതുകൊണ്ട് ഉണ്ടാകും. അപ്പം നമ്മൾ വേദപുസ്തകത്തിൽ നോക്കേണ്ട വ്യക്തികളുടെ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. ദാവീദും ജോനാഥാനും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവത്തിന് മുറത്ത് നിന്ന് ദുഷ്ട ഉപദേശം കൊടുക്കുന്നവരെ കുറിച്ച് 2 സാമുവേൽ 13 അമ്നോൻ ആൻഡ് ജോനാദാബ്. അമ്നോൻ എന്ന് പറയുന്നത് ദാവീദിൻ്റെ മകനാണ്. അമ്നോൻ ആൻഡ് താമാറിൻ്റെ കാര്യത്തിൽ, താമാർ അമ്നോൻ്റെ തന്നെ ഒരു സിസ്റ്ററാണ്, കസിൻ സിസ്റ്ററായിട്ട് വരും. ദാവീദിൽ പല മക്കളുണ്ടല്ലോ. അപ്പം ഈ അമ്നോൻ ഈ താമാറിനോട് വലിയ ഇഷ്ടം തോന്നിയിട്ട് എങ്ങനെയെങ്കിലും ഇവളുമായിട്ട് എനിക്ക് ബന്ധം വേണം. ശരിയായിട്ടുള്ളതല്ല. അങ്ങനെ ഈ കൂട്ടുകാരൻ പറയുന്നു, അവനും ഒരു ദാവീദിൻ്റെ കുലത്തിലുള്ളവന്, ജോനാദാബ് എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് സുഖമില്ലെന്ന് നീ പ്രിറ്റൻഡ് ചെയ്ത് കിടക്കുക. എന്നിട്ട് രാജാവ് നിന്നെ കാണാൻ വരുമ്പോൾ നീ പറയണം, താമാറ് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് തരണം, എൻ്റെ മുമ്പിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കണം. രാജാവ് വിചാരിച്ച് നേരല്ലേ, സഹോദരിയല്ലേ. അങ്ങനെ രാജാവ് അനുവദിക്കുന്നു, താമാറിനെ പറഞ്ഞു വിടുന്നു. അവൾ വന്നിട്ട് ഈ അമ്നോന് ഭക്ഷണം അവൻ്റെ മുൻപിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അമ്നോൻ എന്ത് ചെയ്യുന്നു, എല്ലാ ജോലിക്കാരും പുറത്ത് വിട്ടിട്ട് ഇവളെ തന്നെ ആക്കിയിട്ട് ഇവളെ റേപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇവളെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതോടുകൂടി താമാറ് കരഞ്ഞ് നിലവിളിച്ചോടുന്നു. ജീവിതത്തിൽ പിന്നെ ഈ അമ്നോൻ പൊങ്ങിയിട്ടില്ല. അപ്പോൾ ചില ദുഷ്ട കൂട്ടുകെട്ട് അല്ലെ റിലേഷൻഷിപ്പ് ദൈവത്തിന് ചേരാത്തതാണ് കടന്നു വരുന്നെങ്കിൽ അത് നമ്മുടെ നാശമായി മാറും. അങ്ങനെയുള്ള കൂട്ടുകെട്ടെല്ലാം 2025 നമുക്ക് ചേരാത്തതെല്ലാം മാറിപ്പോട്ടെ. ദൈവമേ, വി ഗിവ് യു പെർമിഷൻ. പറയാം, ദൈവത്തോട് പറയാം, ഞാൻ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മയ്ക്കല്ലാത്ത കൂട്ടുകാർ, എന്നെ സത്യവെളിച്ചത്തിൽ നിന്ന് അന്യദേവൻ്റെ പുറകെ കൊണ്ടുപോകുന്നവർ, എളുപ്പമാർഗത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ നേടിത്തരാൻ തോന്നുന്നു, ഇങ്ങനെയുള്ള കൂട്ടുകാരെ നീ മാറ്റിത്തരണം. എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ നീ ചെയ്ത് തരണമെന്നൊരു ബ്ലാങ്കറ്റ് പേപ്പർ, അതായത് കാറ്റി ബ്ലാങ്ക് എന്ന് പറയും, ഒരു വെള്ള പേപ്പർ ഞാനിത് ഒപ്പിട്ട് തരുന്നു, നീ ചെയ്യേ എന്ന് പറഞ്ഞു നോക്ക്. വ്യക്തികൾ നമുക്ക് അനുകൂലമായി മാറട്ടെ. അപ്പം ഫ്രണ്ട്ലി എനിമീസ് ഉണ്ട്, അതായത് നമ്മുടെ നാശത്തിന് വരുന്നത്. അങ്ങനെയുള്ളവർ വരും നമുക്ക് നാശം. അങ്ങനെയുള്ളവരെ എടുത്തു മാറ്റണേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് റിലേഷൻഷിപ്പ്, ഇപ്പോൾ റിലേഷൻ ആൻഡ് ഷിപ്പ് എന്ന് പറയും. അത് റിലേഷൻ മീൻസ് ബന്ധങ്ങൾ, കണക്ഷനാണ്. ഒരു ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരല്ല, നമുക്ക് അനുകൂലമായിട്ടുള്ളവരെ കടന്നു വരും. നമ്മൾ വളർന്നു പോകുന്ന പള്ളികളിൽ കൂടെ ആയിരിക്കാം, സഭായോഗങ്ങളിലായിരിക്കാം, നമ്മളൊരു കല്യാണത്തിന് ചെല്ലുമ്പോഴായിരിക്കാം, നമ്മൾ എവിടെയാണ് ദൈവം നമുക്ക് കൊണ്ടുതരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. ബട്ട് അവർ ആറ്റിറ്റ്യൂഡ്, അവർ അപ്രോച്ച്, അവർ നിയർനെസ് ഷുഡ് ഇൻവോക്ക് ദ റിലേഷൻഷിപ്പ് വിച്ച് ഗോഡ് ഹാസ് പ്ലാൻഡ് ഫോർ യു. അപ്പോൾ 2025
വ്യക്തിപരമായിട്ട് സങ്കടത്തിലിരിക്കുന്നവർക്ക് സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, അതായത് വ്യക്തിപരമായിട്ട് നമ്മളെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല വഴിയിൽ നടത്തുന്നവർ കടന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇതങ്ങനെ സംഭവിക്കണം, അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് വരാനൊക്കത്തില്ല. ദൈവം പോലും ക്രിസ്തു പോലും വ്യക്തിപരമായ ബന്ധമാണ് സ്ഥാപിച്ചെടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പലരിലും അന്ത്യസമയമായും ക്രിസ്തുവിൻ്റെ കാലയിൽ എണ്ണയൊഴിച്ച് കഴുകാൻ ആളുണ്ടായിരുന്നു, ക്രിസ്തുവിനെ അടക്കാൻ അതിന് ആളുണ്ടായിരുന്നു, പിന്നെ ക്രിസ്തുവിനെ കുന്തിരുക്കം കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ മേലെ അത് അടക്ക സമയത്ത് ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നു, പൊന്നുമൊരു കുന്തിരുക്കം കൊണ്ടുവരാൻ ആളാണ്. ഇവരെല്ലാം വ്യക്തികളാണ്, ഇവരെല്ലാം വ്യക്തികളിൽ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ നമ്മളെ നന്മ ചെയ്ത് മുൻപോട്ട് കൊണ്ടുവന്ന ആളുകളെ കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നാളെ തന്നെ ഏൽപ്പിക്കുക. 2025 കർത്താവെ, നീ ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ ദൈവം അയച്ചതായിരിക്കണം, അല്ലാത്തത് അഴിച്ചു മാറ്റണം. വഴിയിൽ വെച്ച് തന്നെ അത് തടഞ്ഞു പോട്ടെ. നിനക്ക് ഹിതമില്ലാത്ത ഒറ്റ വ്യക്തികളോ ഓരോ ഓപ്പർച്യൂണിറ്റിയോ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. 2 നീ പറഞ്ഞത് ആളുകൾ, റിലേഷൻഷിപ്പ്, സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, അതായത് തന്ത്രപരമായിട്ടും ബുദ്ധിപരമായിട്ടും ജ്ഞാനപരമായിട്ടും ഉപദേശിച്ച് ഞങ്ങളിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുകളിലോട്ട് കയറി ദൈവത്തിൻ്റെ ആത്മാവിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിവുള്ള സഹായം ചെയ്യുന്നവർ, ഉപദേശം തരുന്നവർ, ഞങ്ങളെ കൈക്ക് പിടിച്ച് മുകളിലോട്ട് കയറ്റാൻ കഴിവുള്ളവർ, അല്ല അങ്ങനെയുള്ളവരെ അവിടുന്ന് കൊണ്ടുതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ തലമുറകളുടെ മേലും ഈ സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സിനെ അയച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അടുത്ത പടി കയറേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങനെയുള്ളവരെ കൊണ്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദാവീദിനൊരു ജോനാഥാനെ കൊടുത്തു കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ യേശുവിനെ അടക്കുവാൻ വേണ്ടി അതിന് സഹായികളെ കൊടുത്തു കർത്താവ്. ക്രൂശ് കൊണ്ട് നടന്നപ്പോൾ ക്രൂശ് വഹിക്കാൻ നീ ആളിനെ കൊടുത്തു കർത്താവ്. ഇതെല്ലാം അവിടുന്ന് സ്വർഗം നിയോഗിച്ചതല്ലേ കർത്താവ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഈ പ്രയാസ സമയത്ത് ഇതിൽ നിന്നൊന്ന് കരകയറി മുകളിലോട്ട് കയറാൻ പറ്റിയ ആ പ്രത്യേക കഴിവും ഉപദേശിക്കാൻ പറ്റിയവരും ഞങ്ങളെ കൈക്ക് പിടിച്ച് കയറ്റാൻ പറ്റിയ ആളുകളെ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമേ. നാഥൻ അയച്ചവരല്ലാതെ ആരും ജീവിതത്തിൽ കടന്നു വരരുത്. എല്ലാ മാനവും മഹത്വവും യശസ്സും തേജസ്സും അവിടുത്തേക്ക് തന്നെ ആകട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.